പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ധനുഷ്കോടി ട്രിപ്പിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ രാമേശ്വരം വരെ എത്തുന്ന കാഴ്ചകളാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴിക്ക് നമ്മൾ പഴനി ക്ഷേത്രം വിസിറ്റ് ചെയ്തു. അതിനുശേഷം മധുര മീനാക്ഷി ക്ഷേത്രം, അതിനുശേഷം മേർവാടി വിസിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ നിലവിൽ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത്. നമ്മളിവിടെ എത്തിയത് ഏകദേശം ഉച്ചയ്ക്ക് ശേഷം 2 മണി സമയമായിട്ടുണ്ട്. നമ്മളിവിടെ രാമനാഥപുരം എന്ന സ്ഥലത്ത് റൂം എടുത്തു. എന്നിട്ട് നമ്മളൊന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം ഒന്ന് കുളിച്ച് ഫ്രഷായി നമ്മൾ ഫുഡ് കഴിച്ച് ഏകദേശം ഒരു 3 മണിയാവുന്ന സമയത്താണ് നമ്മൾ ഫുഡ് കഴിച്ചത്. അതിനുശേഷം നമ്മളിപ്പോൾ രാമേശ്വരത്തേക്ക് പോകുന്ന വഴിയിലാണ്. നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്തിട്ടുള്ളത് രാമേശ്വരം പാമ്പൻ പാലം അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ച് ഈവനിങ് ആവുന്ന സമയത്ത് റൂമിലോട്ട് തന്നെ തിരിച്ചു പോരാന്നാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നാളെ അതിരാവിലെ ധനുഷ്കോടിയിലേക്ക് പോകാമെന്നാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ധനുഷ്കോടിയിൽ നമുക്ക് അത്യാവശ്യം കാണാനുണ്ട്. നമ്മൾ ഈവനിങ് തിരക്ക് പിടിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് പോയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ച് പോരേണ്ടി വരും. അപ്പോൾ അതിലും നല്ലത് ഇന്ന് നമ്മൾ ഇവിടെ റെസ്റ്റ് എടുത്തതിന് ശേഷം നാളെ അതിരാവിലെ പോയി കഴിഞ്ഞാൽ നമുക്ക് സൺറൈസ് കാണാൻ പറ്റും. പിന്നെ ഇവിടേക്കൊക്കെ വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ധനുഷ്കോടി ചെക്ക് പോസ്റ്റ് ക്ലോസ് ചെയ്യുന്നത് വൈകുന്നേരം 5 മണിക്കാണ്. 5 മണിക്ക് ശേഷം ധനുഷ്കോടിയിലേക്ക് ആളുകളെ കടത്തിവിടില്ല. അപ്പോൾ നമ്മൾ 5 മണിക്ക് എത്തിക്കഴിഞ്ഞാൽ ധനുഷ്കോടി ചെക്ക് പോസ്റ്റിൽ 5 മണിക്ക് എത്തിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 5:45 സമയമാവും നമ്മൾ ധനുഷ്കോടി സൺസെറ്റ് വ്യൂ പോയിന്റിലോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ പിന്നെ നമുക്ക് പോയിട്ട് തിരിച്ചു പോരാൻ മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ രാവിലത്തെ ടൈമും ശ്രദ്ധിക്കണം. രാവിലെ 6 മണിക്കാണ് ധനുഷ്കോടി ചെക്ക് പോസ്റ്റ് ഓപ്പൺ ആക്കുന്നത്. ധനുഷ്കോടി ചെക്ക് പോസ്റ്റ് 6 മണിക്ക് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് എത്തുമ്പോഴേക്കും ഏകദേശം 6:45 ആവും നമ്മൾ സൺറൈസ് വ്യൂ പോയിന്റിലേക്ക് എത്തുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് എത്തുമ്പോഴേക്ക് സൂര്യനൊക്കെ ഉദിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ നാളെ പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ രാവിലെ പാമ്പൻ പാലത്തിൽ എത്തിയിട്ട് സൺറൈസ് അവിടെ നിന്ന് കാണാം. കാരണം 5:55 സൂര്യൻ ഉദിക്കുന്നത്. എന്നിട്ട് സൺറൈസ് കണ്ടതിന് ശേഷം ധനുഷ്കോടിയിലോട്ട് പോകാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് അതിരാവിലെ ധനുഷ്കോടിയിൽ എത്താനും പറ്റും, സൺറൈസ് മിസ്സാവാതെ കാണാനും പറ്റും. ഏതായാലും നമുക്ക് ഇന്ന് ഈവനിങ് നമുക്ക് പാമ്പൻ പാലം അതുപോലെ തന്നെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് തിരിച്ചു പോരാം. നമ്മളങ്ങനെ പാമ്പൻ പാലത്തിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പോകുന്നതിൻ്റെ വലത് ഭാഗത്ത് കാണുന്നത് ഇന്ത്യൻ മഹാസമുദ്രവും നമ്മളെ റോഡിൻ്റെ ഇടത് ഭാഗത്ത് നമുക്ക് ബംഗാൾ ഉൾക്കടലുമാണ് കാണാൻ പറ്റുന്നത്. അങ്ങനെ നമ്മൾ പാമ്പൻ പാലത്തിലോട്ട് എത്തിയിട്ടുണ്ട്. പാമ്പൻ പാലത്തിൽ നിന്നുള്ള വിഷ്വൽസാണ് ഈ കാണുന്നത്. പഴയ പാമ്പൻ പാലത്തിൻ്റെ അവശിഷ്ടങ്ങൾ കാര്യങ്ങളൊക്കെ. നേരത്തെ പറഞ്ഞ ഒരു സൈഡ് നമുക്ക് ഇന്ത്യൻ മഹാസമുദ്രവും നമ്മളെ റോഡിൻ്റെ ഓപ്പോസിറ്റ് വശം നമുക്ക് ബംഗാൾ ഉൾക്കടലുമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി ഇവിടുത്തെ വിഷ്വൽസ്, പാലത്തിലെ വിഷ്വൽസൊക്കെ നമ്മൾ നാളെ മോർണിംഗ് നമുക്ക് കാണാൻ പറ്റും. ഇവിടുത്തെ മോർണിംഗിൽ ഇവിടുത്തെ വിഷ്വൽസൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഇവിടുത്തെ വിഷ്വൽസ് നാളെ മോർണിംഗ് കാണാം. ഏതായാലും നമ്മളിനി നെക്സ്റ്റ് പോകുന്നത് ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ മെമ്മോറിയലിലേക്കാണ്. നമ്മൾ പോകുന്ന റോഡിൻ്റെ ലെഫ്റ്റ് സൈഡായിട്ടാണ് APJ അബ്ദുൽ കലാമിൻ്റെ മെമ്മോറിയൽ വരുന്നത്. ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഫോൺ അലൗഡ് അല്ല. ഫോണ് മാത്രമല്ല, ഒന്നും നമുക്ക് അതിൻ്റെ അകത്തോട്ട് അവൈലബിൾ അല്ല. ബാഗ് ഉണ്ടെങ്കിൽ ബാഗ് പുറത്ത് വെക്കണം. ബാക്കിയെല്ലാം നമ്മളെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ പിന്നെ നമ്മൾ അകത്തേക്ക് വിടുള്ളൂ. ഒന്നും അവരതിൻ്റെ അകത്തേക്ക് കയറ്റാൻ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അകത്തുള്ള വീഡിയോസൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ഏതായാലും ഞങ്ങളിവിടെ ബൈക്ക് പാർക്ക് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തെ വിഷ്വൽസൊക്കെ ഞങ്ങൾ പോയി കണ്ടു. വീഡിയോസ് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അകത്ത് നമുക്ക് APJ അബ്ദുൽ കലാമിൻ്റെ മെഴുക് പ്രതിമകൾ, അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിലെ ഓരോ സിറ്റുവേഷനും മെഴുക് പ്രതിമകളിൽ ചെയ്തു വെച്ചിട്ടുള്ളതും ബാക്കി കാര്യങ്ങളൊക്കെയാണ് ഡീപ്പായിട്ട്. നമ്മൾ ഏതായാലും അതിൻ്റെ അകത്തുകൂടി ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് തിരിച്ച് നമ്മളെ റൂമിലോട്ട് തന്നെ തിരിച്ചു പോരാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ നമ്മളെ റൂമിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂം തന്നെയാണ്. ഇനി ഇവിടെ റെസ്റ്റ് ചെയ്തതിന് ശേഷം അതിരാവിലെ നമുക്ക് പാമ്പൻ പാലത്തിൽ പോയിട്ട് സൂര്യോദയം കാണാനുണ്ട്. അപ്പോൾ നമുക്കിനി പാമ്പൻ പാലത്തിൽ കാണാം. അങ്ങനെ നമ്മൾ സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് പാമ്പൻ പാലത്തിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ഏകദേശം 5 മണിക്കാണ് റൂമിൽ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നത്. 5:50 ഇവിടെ എത്തി. 5:55 സൺറൈസ് വരുന്നത്. എന്തായാലും നമുക്ക് ആ സൂര്യൻ വെള്ളത്തിൽ നിന്ന് അങ്ങനെ പൊങ്ങി വരുന്നത് നമുക്ക് ഏതായാലും ആ വിഷ്വൽസ് ഒന്ന് നേരിട്ട് കാണാം.
ഇവിടുന്ന് സൺറൈസ് കാണാൻ വളരെ ഭംഗിയുള്ളൊരു കാഴ്ചയായിരുന്നു കേട്ടോ. ഈ പാമ്പൻ പാലത്തിൽ നിന്നിട്ട് നമ്മളെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് പഴയ പാമ്പൻ പാലം. ഇപ്പോൾ അത് നിലവിൽ വർക്കിംഗ് അല്ല. ഇപ്പോൾ ഇവിടുന്ന് ഈ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്ന സമയത്ത് ആകാശത്തിലെ മേഘങ്ങളിൽ തട്ടുന്ന സമയത്ത് മേഘങ്ങളിലെ കളറിൽ വരുന്ന ഒരു വ്യത്യാസങ്ങളൊക്കെ കാണാൻ നല്ലൊരു ഭംഗിയുള്ളൊരു കാഴ്ച തന്നെയാണ്. ഏതായാലും നമ്മൾ പാമ്പൻ പാലം വഴി ഇനി ധനുഷ്കോടിയിലോട്ടുള്ള യാത്രയാണ്. നമുക്ക് ഈ ഒരു മോർണിംഗ് ലൈറ്റിൽ പാമ്പൻ പാലത്തിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യാൻ വളരെ ഭംഗിയുള്ളൊരു കാഴ്ചയായിരുന്നു കേട്ടോ. അടിപൊളി ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു പാമ്പൻ പാലത്തിലൂടെ ഈ അതിരാവിലുള്ള ഈ ഒരു യാത്ര. 1914 പാമ്പൻ പാലം നിർമ്മിച്ചിട്ടുള്ളത്. ഇന്ത്യയിലെ ആദ്യത്തെ കടൽപ്പാലം പാമ്പൻ പാലം തന്നെയാണ്. 2010 വരെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കടൽപ്പാലം പാമ്പൻ പാലം തന്നെയായിരുന്നു. അങ്ങനെ പാമ്പൻ പാലം അവസാനിക്കാറായിട്ടുണ്ട്. നമ്മളതിൻ്റെ എൻഡിലെത്തിയിട്ടുണ്ട്. നമ്മളിനി നേരെ രാമേശ്വരത്തെ ബാക്കി കാഴ്ചകളൊന്നും നമ്മൾ ഏതായാലും ഇനി കാണിക്കുന്നില്ല. ഇനി നമുക്ക് ധനുഷ്കോടിയിലെ ബാക്കി കാഴ്ചകൾ കാണാം. ധനുഷ്കോടിയിലാണ് ബാക്കി നമുക്ക് അത്യാവശ്യം അവിടെ കുറേ വിഷ്വൽസൊക്കെ നമുക്ക് കാണാനുണ്ട്. ഏതായാലും അവിടുത്തെ വിഷ്വൽസ് നമുക്ക് ഇനി കാണാം. നമ്മളങ്ങനെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് ധനുഷ്കോടിയിലോട്ടുള്ള യാത്രയിലാണ്. ഇവിടുന്ന് ഒരു 18 കിലോമീറ്റർ സ്ട്രൈറ്റ് റോഡാണ് കേട്ടോ. എങ്ങോട്ടോ തിരിയാനോ വളവോ കയറ്റോ ഇറക്കോ ഒന്നുമില്ല. സ്ട്രൈറ്റ് റോഡാണ്. കണ്ടിന്യൂസ് ആയിട്ടൊരു 18 കിലോമീറ്റർ. ഒരു അടിപൊളി റോഡ് തന്നെയാണ് കേട്ടോ ഇവിടുന്ന് അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ആദ്യം ധനുഷ്കോടിനെ കുറിച്ചിട്ട് നമുക്ക് ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കാം. 1964 വരെ ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട തുറമുഖ പട്ടണമായിരുന്നു ധനുഷ്കോടി എന്ന് പറയുന്നത്. ഇന്ത്യൻ മഹാസമുദ്രം അതുപോലെ തന്നെ ബംഗാൾ ഉൾക്കടലും തമ്മിലുള്ള ഒരു ഇടനാഴിയാണ് ധനുഷ്കോടിയിൽ സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇന്ത്യ ശ്രീലങ്ക തമ്മിലുള്ള പാക് കടലിടുക്ക് സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. ഭൂമിശാസ്ത്രപരമായിട്ടും അതുപോലെ തന്നെ ഐതിഹ്യപരമായിട്ടും നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒരുപാട് പ്രാധാന്യം നിറഞ്ഞിട്ടുള്ള സ്ഥലമാണ് ധനുഷ്കോടി എന്ന് പറയുന്നത്. ഇസ്ലാമിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ആദംസ് ബ്രിഡ്ജ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഹിന്ദു പുരാണങ്ങൾ നോക്കുന്ന സമയത്ത് രാമസേതു പറയുന്നുണ്ട്. ശ്രീരാമൻ സീതയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പണിതതാണ് രാമസേതു എന്നുള്ളതാണ് രാമായണത്തിൽ ഐതിഹ്യങ്ങൾ പറയുന്നത്. അതുപോലെ തന്നെ ധനുഷ്കോടി അറിയപ്പെടുന്നത് ലാസ്റ്റ് ലാൻഡ് ഓഫ് ഇന്ത്യ എന്നാണ്. ഇന്ത്യയിലെ അവസാനത്തെ റോഡ് എൻഡ് ചെയ്യുന്നത് ധനുഷ്കോടി അരിച്ചൽ മുനൈ പോയിന്റിൽ വെച്ചിട്ടാണ്. നമ്മൾ നേരെ പോകുന്നത് അരിച്ചൽ മുനൈ സൺസെറ്റ് പോയിന്റിലോട്ടാണ്. അവിടെ ഒരു അശോക സ്തംഭം സ്ഥിതി ചെയ്യുന്നുണ്ട്. അവിടെ വെച്ചാണ് നമ്മളെ ഈ ഒരു റോഡ് എൻഡ് ചെയ്യുന്നത്. 1964 ഡിസംബർ 23 ഒരു ചുഴലിക്കാറ്റിലാണ് ഈ ഒരു ടൗണ് ധനുഷ്കോടി എന്ന് പറഞ്ഞ ടൗണ് കംപ്ലീറ്റ് ആയിട്ട് തുടച്ചു നീക്കപ്പെട്ടത്. ഒറ്റ രാത്രി കൊണ്ട് ഏകദേശം 7 മീറ്റർ ഹൈറ്റിലാണ് തിരമാലകൾ വന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഒറ്റ രാത്രി കൊണ്ട് ഈ ധനുഷ്കോടി എന്നുള്ള പട്ടണം കംപ്ലീറ്റ് ഇല്ലാതായി. ഒരുപാട് ആളുകൾ അന്ന് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ധനുഷ്കോടി എന്ന് പറയുന്ന ചെറിയ ഗ്രാമത്തിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മളെ വലതുഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ചെറിയ ചെറിയ വീടുകളുണ്ട്. ഇവിടെ നിന്ന് കുറച്ച് ഈ ഒരു പോകുന്ന വഴി കുറച്ച് പിന്നെ വീടുകൾ ഇതുപോലെ തന്നെ റോഡ് സൈഡിലായിട്ടുണ്ട്. 1964 ചുഴലിക്കാറ്റിൽ അവിടുന്ന് അതിജീവിച്ച കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു, രക്ഷപ്പെട്ട ആളുകൾ. അവരിപ്പോഴും ഇവിടെ തന്നെയാണ് താമസിക്കുന്നത് കുറച്ച് പേര്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മളെ പോകുന്നതിൻ്റെ മുൻപിലായിട്ട് നമുക്കൊരു ബസ് കാണുന്നുണ്ട്. രാമേശ്വരത്തു നിന്ന് ധനുഷ്കോടിയിലായിട്ട് ബസ് റൂട്ടുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് വരാനും ഇവിടുന്ന് അങ്ങോട്ട് പോകാനുമായിട്ട് ഇവർക്ക്
ഈ 1-2 ബസ്സുകളാണ് ഇതിലൂടെ ട്രാവൽ ചെയ്യുന്നത്. നമ്മൾ പോകുന്ന വഴിക്ക് നല്ല രീതിയിൽ കാറ്റടിക്കുന്നുണ്ട്. നമ്മളെ വലത് ഭാഗത്ത് നിങ്ങൾക്കറിയാം ഇന്ത്യൻ മഹാസമുദ്രമാണ്. അതുപോലെ തന്നെ ഇടത് ഭാഗത്ത് നമുക്ക് ബംഗാൾ ഉൾക്കടലുണ്ട്. അതിൻ്റെ ഇടയിലൂടെയുള്ള ഒറ്റ ഒരു റോഡ് മാത്രമാണ് ഈ റോഡ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യയിലെ അവസാനത്തെ റോഡ് എൻഡ് ചെയ്യുന്നത് അരിച്ചൽമുനയിൽ നമ്മൾ പോകാൻ പോകുന്ന നേരത്തെ പറഞ്ഞ പോലെ തന്നെ അശോക സ്തംഭമുള്ള ഒരു സ്ഥലത്താണ് നമ്മുടെ ഇന്ത്യയിലെ അവസാനത്തെ റോഡ് എൻഡ് ചെയ്യുന്നത്. നമ്മൾ ഏകദേശം അങ്ങോട്ട് എത്താറായിട്ടുണ്ട്. ഇനി കുറച്ച് മാത്രമേ ഉള്ളൂ ഇനി അങ്ങോട്ട് യാത്ര ചെയ്യാനുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല രീതിയിൽ കാറ്റടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് പതുക്കെയാണ് നമ്മളെ വണ്ടി ഓടിക്കുന്നത്. കുറച്ച് ശ്രദ്ധിച്ചിട്ടാണ് ഓടിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും റോഡിലോട്ടൊക്കെ മണൽത്തരികൾ വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ ആ കാറ്റിൻ്റെ കൂടെ തന്നെ മണൽത്തരികളും നമ്മളെ ദേഹത്തേക്ക് അടിക്കുന്നുണ്ട്. രാവിലെ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കാറ്റടിക്കുന്നുണ്ട്. ഏതാണെങ്കിലും നമുക്ക് അരിച്ചൽമുന സൺസെറ്റ് പോയിന്റിലോട്ട് പോയി നോക്കാം. അങ്ങനെ നമ്മൾ അരിച്ചൽമുനൈ സൺസെറ്റ് വ്യൂ പോയിന്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, നമ്മൾ രാവിലെ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് പാമ്പൻ പാലത്തിലായിരുന്നു. ഇപ്പോൾ ഇങ്ങോട്ട് എത്തിയപ്പോഴേക്ക് ഏകദേശം ഇത്രയും വെളിച്ചമായിട്ടുണ്ട്. നല്ല രീതിയിൽ വെയിലായിട്ടുണ്ട്. നല്ല രീതിയിൽ കാറ്റും അടിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് മുൻപിലായിട്ട് കാണുന്ന ഒരു അശോക സ്തംഭം കാണുന്നുണ്ടല്ലോ ദൂരെ, അവിടെയാണ് നമ്മൾ റോഡ് അവസാനിക്കുന്നത്. ഓക്കെ, ഇവിടെ കുറച്ച് വണ്ടികളൊക്കെ പിന്നെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ രാവിലെ നേരത്തെ എത്തിയ ആളുകളാണ്. വലിയ തിരക്കൊന്നുമില്ല. ഈവനിംഗ് ഒക്കെ ആവുന്ന സമയത്ത് ഈ ഒരു ഭാഗം നല്ല രീതിയിൽ തിരക്കാവും. ആളുകൾ ഒരുപാട് വന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഏർലി മോർണിംഗ് ആയതുകൊണ്ട് തന്നെ ആളുകൾ കുറവാണ്. അതുകൊണ്ട് നമുക്കിവിടെ ഇറങ്ങി നടക്കാനും അതുപോലെ തന്നെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ നമുക്ക് കുറച്ചും കൂടി ഫ്രീ ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, നമുക്കിവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് ബാക്കി ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന അശോക സ്തംഭം. കുറേ പേര് അതിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇരുന്നിട്ട് ഫോട്ടോസ് എടുക്കുന്നുണ്ട് കേട്ടോ. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല രീതിയിലുള്ള വെയിലുണ്ട് ഇവിടേക്ക്. നമ്മൾ രാവിലെ ഏകദേശം 8 മണി ആയ സമയത്ത് ഇവിടെ എത്തിയെങ്കിൽ കൂടിയിട്ട് നല്ല രീതിയിലുള്ള വെയിലുണ്ട്. അതുപോലെ തന്നെ ഈ പാറൻ്റെ മേലിലൊക്കെ ഇരുന്നിട്ട് ഒരുപാട് പേര് സൂര്യ നമസ്കാരം ഒക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ താഴെ കുറേ പേര് വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഏതായാലും നമുക്കും അങ്ങോട്ട് താഴേക്ക് ഏതായാലും ഇറങ്ങിപ്പോയി നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മളിനി തിരിച്ചു പോകുന്ന വഴിക്ക് മധുരയിൽ നിന്ന് കൊടൈക്കനാൽ വഴിയാണ് നമുക്ക് വീട്ടിലോട്ട് തിരിച്ചു പോകുന്നത്. അപ്പോൾ കൊടൈക്കനാലിലെ കാഴ്ചകളുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ല ദിവസം നേരുന്നു. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ഓൾ ഓഫ് യു.